ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIR-നെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചോ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിന്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ല, വെയിറ്റ്, ഇത് പറ, ഇതല്ലേ ചോദ്യം? അപ്പൊ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിടത്ത് അതേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലെ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെന്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്താ ഈ പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. ആ ഇറ്റ്സ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ തന്നെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഉറപ്പായി പരിശോധിച്ച് വേണ്ടി വന്നാൽ അഡ്മിറാൽറ്റി സൂട്ട് അമെൻഡ് ചെയ്ത് ഇപ്പൊ ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറാൽറ്റി സൂട്ട് അത് തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ കൂടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ അഡ്മിറാൽറ്റി സൂട്ട് തന്നെ ഫയൽ ചെയ്ത്. മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നുകൂടി ഗൗരവമായി പരിശോധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ കൂടി അതിന്റെ അകത്ത് ആ സൂട്ട് പരിശോധിച്ച ആ സൂട്ടിലില്ലെങ്കിൽ ആ സൂട്ട് അനുമതിയോടുകൂടി കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അതുകൂടി അമെൻഡ് ചെയ്ത് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.